ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുത്താലോ. നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് ഇലയട എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇലയട തയ്യാറാക്കുന്ന സമയത്ത് അത്ര നമുക്ക് സോഫ്റ്റിൽ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അട തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അതായത് നമ്മൾ പത്തിരിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് കേട്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്ന അരിപ്പൊടി ഞാനിവിടെ 2 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കണം എന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമുക്ക് ഏകദേശം 4.5 കപ്പ് വെള്ളമെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒന്ന് ലൂസാക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് പൊടി കലക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടക്കി പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4.25 മുതൽ 4.5 കപ്പ് വരെ അളവിൽ വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടി കട്ട പിടിച്ച് പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കലക്കിയെടുക്കുക. എന്നാലും നമ്മൾ ഒരുപാട് ലൂസാവരുത്. നമുക്കൊരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു തവി കൊണ്ടോ പരത്തിയെടുക്കുമ്പോൾ മാവ് ഇങ്ങനെ ഒലിച്ചു പോകാത്ത പരുവത്തിലുള്ള കുറച്ചൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഇതുപോലെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് എവിടെയെങ്കിലുമൊക്കെ കട്ട പിടിച്ച് കൊടുക്കും. അപ്പോൾ കട്ടയില്ലാണ്ട് കലക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കട്ടയോടുകൂടി കലക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അട തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് അത്ര സോഫ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ചില ഭാഗത്തൊക്കെ മാവ് കട്ട പിടിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കലക്കിയെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു 300 ഗ്രാം അളവിലുള്ള ശർക്കര ആവശ്യമുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം അളവിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഗ്രൈൻഡറിൽ ഇട്ടിട്ടാ. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്തപ്പോൾ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് അളവിലുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഴം കൂടി ചേർത്ത് കൊടുക്കുക. പഴം ഓപ്ഷണലാണ്, പക്ഷേ പഴം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വാഴല നല്ലപോലെ കഴുകി വാഴല എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക. നമ്മളിപ്പോൾ അട തയ്യാറാക്കുമ്പോൾ ചെറിയ അട വേണമെങ്കിൽ അതിനനുസരിച്ച് ചെറുതാക്കി മുറിച്ചെടുക്കുക. മീഡിയം സൈസ് ആണെങ്കിൽ അതേപോലെ ആക്കിയിട്ട് നമ്മൾ വാഴല മുറിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് പൊടി കലക്കി വെച്ചേക്കുന്നത് നമുക്കൊരു സ്പൂണ് കൊണ്ട് പരത്തി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് നമ്മളിവിടെ കലക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു സ്പൂണ് കൊണ്ട് കലക്കി നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കാനുള്ള പാകത്തിന് വേണം നമ്മൾ പൊടി കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ നേരിയതായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിയില്ലാണ്ട് നമ്മൾ നേരിയതായിട്ട് പരത്തി കൊടുക്കണം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന എല്ലാ ഇലകളിലും നമ്മൾ ഇതുപോലെ മാവ് കട്ടിയില്ലാണ്ട് കനം കുറച്ചിട്ട് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി തയ്യാറാക്കി വെച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും പഴം കൂടി ഉള്ള മിക്സ് നമ്മൾ ഫുള്ള് ഇട്ട് കൊടുക്കാണ്ട് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ പരത്തി ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ഈ ഇല മടക്കി കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്കും കൂടി അത് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ നടുഭാഗം വരെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇല നല്ലപോലെ മടക്കി നമുക്ക് സൈഡൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവും അതേപോലെ ഫില്ലിങ്ങും എല്ലാനും നമ്മൾ ഓരോരോ ഇലക്കീറിലായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ ഇതുപോലെ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ.
ഞാനിവിടെ ഒരു ഇഡ്ഡലി കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തട്ട് ഇഡ്ഡലി കുക്കറിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ അട ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് വാടി വരുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ അട വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അട വെന്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചൂടൊക്കെ അറിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഇലയട ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ അതേപോലെ തന്നെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.